സർ, അതുപോലെ തന്നെ കർക്കിടക ചികിത്സയിൽ ജലചികിത്സയ്ക്ക് എന്ത് പ്രാധാന്യമുള്ളത്? തീർച്ചയായിട്ടും. അതായത് കർക്കിടക മാസത്തിൽ ജലചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് രോഗമുള്ള ഇപ്പം മുട്ടുവേദനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങളിൽ ജലധാര ചെയ്യുന്നത്, ചൂടുവെള്ളത്തിൽ മിതമായ അളവിൽ എപ്സം സാൾട്ട് ഇട്ട് ജലധാര ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നടുവേദനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്ത് നടുവേദനയുള്ള ഭാഗത്ത് ജലധാര ചെയ്യുന്നത്, എപ്സം സാൾട്ട് ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ എപ്സം സാൾട്ട് ഇട്ട് ജലധാര ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചെറിയ ഇന്തുപ്പിട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഇന്തുപ്പിട്ട് കുളിക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ഉന്മേഷം ഉണ്ടാകാനും ശരീരത്തിലെ നീർക്കെട്ട് മാറിപ്പോകാനും ഇത് വളരെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ തന്നെ പ്രകൃതി ചികിത്സയിലെ വിവിധ ജല ചികിത്സകൾ കർക്കിടക മാസത്തിൽ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. പലപ്പോഴും പ്രകൃതി ചികിത്സയിൽ പച്ചവെള്ളമാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കർക്കിടക മാസമായി കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലെ ചില ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നതാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അതെ.